സത്യഭാമ ടീച്ചറെ ആയിട്ട് ഞാൻ വർഷങ്ങളുടെ പരിചയമുണ്ട്. എൻ്റെ കുറ്റൂര് എൻ്റെ ജന്മനാട്ടിൻ്റെ അടുത്താണ്, വിജൂരാണ് അവരുടെ വീട്. കുടുംബങ്ങളുമായിട്ട് അറിയാം. അതിനുശേഷം ടീച്ചറുടെ ഹസ്ബൻഡ് പീതാംബര പണിക്കർ വിവേകോദയം സ്കൂളിൽ അധ്യാപകനായിരുന്നു. ടീച്ചറും കുറച്ചു കാലം ആ സ്കൂളിൽ ഹിന്ദി അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ മാനേജറായിരിക്കുമ്പം എന്ന നിലയ്ക്ക് അവരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണ്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അധ്യാപികയാണ്. ഹിന്ദിയിൽ വളരെ പ്രാവീണ്യമുണ്ട്. ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മഹാത്മജി പറഞ്ഞ ഹിന്ദി പ്രചരണം ജീവിതവ്രതമാക്കിയിട്ട് ഹിന്ദി എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു വരുന്നുണ്ട്. കേരള ഹിന്ദി പ്രചാര സഭ, ദക്ഷിണ ഹിന്ദി പ്രചാര സഭ, അതുപോലെ തന്നെ ഇപ്പോൾ ശക്തൻ തമ്പുരാൻ കോളേജിൽ ഹിന്ദി വിഷയം പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന നിലയ്ക്കൊക്കെ തന്നെ വളരെയധികം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഹിന്ദി പഠനത്തിന് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു അധ്യാപികയാണ് അവർ. കേവലം ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അവർ. വനിതാ പ്രസ്ഥാനങ്ങളിൽ ധാരാളം പ്രവർത്തിച്ചു. മാതൃഭൂമിയുടെ ഗൃഹലക്ഷ്മിയുടെ പരിപാടികൾ സംഘടിപ്പിക്കും. അതിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ മിസ്റ്റർ സോമൻ ചെയർമാനായിട്ടുള്ള എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ ജില്ലാ സാരഥിയാണ്. നിരവധി ക്യാമ്പുകൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുണ്ട്. എനർജി രംഗത്ത് ചെലവ് കുറയ്ക്കുകയും ഉൽപ്പാദനം കുറവായതുകൊണ്ട് അതിനനുസരിച്ച് ഉപഭോഗം കുറയ്ക്കാനും ഉള്ള വലിയൊരു സന്ദേശം ഒരു NGO എന്ന നിലയ്ക്ക് അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതിലെ ഒരു മുന്നണി പ്രവർത്തകയാണ് ടീച്ചർ. ക്യാമ്പുകളിലൊക്കെ നിരന്തരമായി പങ്കെടുക്കും, വേണ്ട പ്രചോദനം നൽകും. ഈ ദൗത്യം ശരിക്കും നിർവഹിക്കുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ് അവർ. രാഷ്ട്രീയ രംഗത്തും സജീവമായിട്ടുള്ള ആളാണ്. അങ്ങനെ നന്മ എവിടെ വളർത്തണോ അതിനൊക്കെ വെള്ളവും വളവും ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയ്ക്ക് കാലത്തിൽ തൻ്റെ കയ്യൊപ്പ് എന്നും സ്ഥിരമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സഹോദരിയാണ് ടീച്ചർ. സത്യഭാമ ടീച്ചറെ ഞാൻ ഒരു 13-14 കൊല്ലം മുമ്പെയാണ് പരിചയപ്പെട്ടത്. പല പ്രോഗ്രാംസ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആ സമയത്താണ് നമ്മൾ എൻ്റെ ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വളരെയധികം ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ക്യാമ്പ് ചെയ്തത് പെൻഷനേഴ്സിന് വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. അന്ന് ടീച്ചറെ കാണിച്ച ആ ഒരു ഊർജ്ജസ്വലത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് അന്ന് ക്യാമ്പുകൾക്കൊന്നും എനിക്ക് തന്നെ അത്ര വലിയ പരിചയം ഇല്ലാതിരുന്ന ആ സമയത്ത് ടീച്ചർ വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരെയും സംഘടിപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാൻ, എല്ലാവരുടെയും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ, കണ്ണട കൊടുക്കാൻ, അതുമാത്രമല്ല അവിടെ തുടക്കം മുതൽ അവസാനം വരെ ടീച്ചറുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ. അതാണ് എൻ്റെ തുടക്കമായിട്ടുള്ള ടീച്ചറുമായിട്ടുള്ള ഒരു ബന്ധം. അതിനുശേഷം ഞങ്ങൾ ഇതേമാതിരത്തെ ഒരുപാട് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ആയിട്ടുള്ള കുറേ ക്യാമ്പുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കണ്ണിൻ്റെ സൗജന്യമായിട്ട് കണ്ണിൻ്റെ കൺസൾട്ടേഷൻ, ചെക്കപ്പ്,
ട്രീറ്റ്മെൻറ്റ്. പിന്നെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ന ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം തിമിരത്തിന്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന മാതിരി കുറേ പേർക്ക് സൗജന്യമായിട്ടും തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ടീച്ചറായിട്ടുള്ള ഈ ഒരു അസോസിയേഷൻ നിലനിന്ന് പോകാൻ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ ഒരു വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഗ്ലോക്കോമ എന്ന കണ്ണിൻ്റെ അസുഖത്തിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കലാണ്. ആ അവയർനെസ് ടീച്ചറോട് ഇതാണ് ഇങ്ങനെയുണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോഴേക്കും ടീച്ചർ അത് ശരിക്കും ഏറ്റുപിടിച്ചിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ആ ഒരു ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തിനെ പറ്റി എത്രത്തോളം ആൾക്കാർക്ക് അവരുടെ അറിവ് ഇത് നമുക്ക് കാര്യമായിട്ട് അവബോധം, അല്ലെങ്കിൽ ഈ ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട അസുഖമായത് കാരണം ടീച്ചറുടെ എത്ര കഴിവിൻ്റെ മാക്സിമം പരിശ്രമിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റി അറിയിക്കാനും ടീച്ചറുടെ കഴിവ് മൂലം സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സൂചകമായിട്ട് ഞങ്ങൾ ടീച്ചർക്ക് ഒരു പുരസ്കാരം ആദരിക്കുകയും കൂടി ഉണ്ടായി കഴിഞ്ഞ വെളിച്ചം പ്രോഗ്രാമിൽ. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചറെ പറ്റി പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്ത് കാര്യം ഏറ്റെടുത്താലും അതിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ആ സിൻസിയറിറ്റിയോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ, അതായത് ആദ്യം വന്നൊന്ന് മുഖം കാണിച്ച് പോലല്ല ടീച്ചറുടെ ആ ഒരു രീതി, അവസാനം വരെ ടീച്ചർ ആ പ്രോഗ്രാമിൽ നിന്ന് അത് വിജയിപ്പിക്കുന്നത് വരെ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ സിൻസിയറിറ്റിയും, എന്ത് കാര്യം ചെയ്താലും അത് പരിപൂർണ വിജയമാക്കണം എന്നുള്ള ഒരു താല്പര്യം. ഇത് രണ്ടുമാണ് എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്യിച്ചിട്ടുള്ള ഒരു കാര്യം.